ഫിഡൂസിയ സപ്ലിക്കൻസ്, ഡിഗ്നിറ്റാസ് ഇൻഫിനിറ്റ എന്നിവയ്ക്ക് ശേഷം ദർശനങ്ങൾക്കും അമാനുഷിക പ്രതിഭാസങ്ങൾക്കും പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള മാർഗരേഖ വത്തിക്കാൻ പുറത്തിറക്കുന്നു. കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലുള്ള ഡിക്കാസ്ട്രി 5 മാസത്തിനിടെ പ്രസിദ്ധീകരിക്കുന്ന മൂന്നാമത്തെ രേഖയാണ് മെയ് 17 പുറത്തുവരാൻ പോകുന്നത്. വത്തിക്കാനിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും. പ്രിഫെക്ട് ഡിക്കാസ്ട്രിയുടെ ഡോക്ടറിനൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള വ്യക്തി എന്നിവരും പങ്കെടുക്കും. ദേവാലയം മസ്ജിദാക്കി പരിവർത്തനം ചെയ്യാൻ പ്രസിഡന്റ് ഉത്തരവിട്ടതിന് 4 വർഷങ്ങൾക്ക് ശേഷം ഈ തിങ്കളാഴ്ച 2024 മെയ് 6 ഇവിടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്തുന്നതിനായി പൂർണ്ണമായും തുറന്നുകൊടുത്തത്. മ്യൂസിയമാക്കി മാറ്റിയ ഹോളി സേഫിയർ ദേവാലയം മോസ്കാക്കി മാറ്റാൻ 2020 പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് 2020 ഒക്ടോബർ 30 ഇവിടെ ഇസ്ലാമത പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മ്യൂസിയത്തിൽ നിന്നും മസ്ജിദിലേക്കുള്ള പരിവർത്തന പദ്ധതി 2020 ആരംഭിച്ച് ആ വർഷം ഒക്ടോബറോടെ പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പദ്ധതി വൈകിപ്പിച്ചു. എല്ലാവരും സഹോദരങ്ങൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെയ് മാസം 10-11 തീയതികളിൽ റോമിൽ വെച്ച് ആഗോള മനുഷ്യ സാഹോദര്യ സംഗമം സംഘടിപ്പിക്കുന്നു. സംഗമത്തിൽ നോബൽ സമ്മാന ജേതാക്കൾ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, പ്രൊഫസർമാർ, മേയർമാർ, ഡോക്ടർമാർ, മാനേജർമാർ, തൊഴിലാളികൾ, കായിക ചാമ്പ്യന്മാർ എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ സംബന്ധിക്കും. സംഗമത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റാലിയൻ രാഷ്ട്രപതി സെർജോ മത്രേലയും അംഗങ്ങളെ തന്റെ വസതിയിൽ സ്വീകരിക്കും. കഴിഞ്ഞ ജൂൺ 10 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പുവെച്ച സാഹോദര്യ പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന വലിയൊരു സംഗമത്തിനാണ് വത്തിക്കാൻ നഗരവും റോമൻ നഗരവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കത്തോലിക്ക കോൺഗ്രസ് 106ാം ജന്മദിനാഘോഷം മെയ് 11-12 തീയതികളിൽ അരുവിത്തുറയിൽ നടക്കും. 11 ഉച്ചയ്ക്ക് 1 തൃശൂർ കത്തീഡ്രലിൽ നിന്നും പതാക പ്രയാണം ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3:45 കുറവിലങ്ങാട്ട് നിന്ന് നിധീകരിക്കൽ മാണിക്കത്തനാർ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള പ്രയാണവും വൈകുന്നേരം 4:30 രാമപുരത്ത് എത്തിച്ചേരും. തുടർന്ന് പാറേമക്കൽ ഗവർണദോറുടെ ഛായാചിത്രവും ദീപശിഖയും കൂടി പാലായിലൂടെ 5:30 അരുവിത്തുറയിൽ എത്തിച്ചേരും. 6 ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം പതാക ഉയർത്തും. തുടർന്ന് വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടക്കും. ഇസ്രായേൽ ഹമാസ് സംഘർഷം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് പിന്തുണയുമായി ഗാസ മുനമ്പിലെ ദൂരത്തിന് സമാനമായ ദൈർഘ്യം കാൽനടയായി സഞ്ചരിച്ച് കത്തോലിക്ക ബിഷപ്പ്. ഏപ്രിൽ 29 കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലുള്ള കോർണർ ബ്രൂക്ക് ആൻഡ് ലാബ്രഡോർ രൂപതയിലെ ബിഷപ്പ് ബാർട്ട് വാൻ റോയ്ജനാണ് സമാധാന ആഹ്വാനമായി പ്രാർത്ഥനയോടെ കാൽനട തീർത്ഥാടനം നടത്തിയത്. യോർക്ക് ഹാർബറിൽ നിന്ന് കോർണർ ബ്രൂക്കിലേക്ക് 42 കിലോമീറ്റർ അഥവാ 26 മൈലിലധികം ദൂരം നടന്ന് ഹോളി റെഡീമർ കത്തീഡ്രലിലെ പ്രാർത്ഥനാ ശുശ്രൂഷയോടെയാണ് ബിഷപ്പ് യാത്ര അവസാനിപ്പിച്ചത്. ഇസ്രായേലിലെയും ഗാസയിലെയും ഇരു പൗരന്മാരുടെയും ബുദ്ധിമുട്ടുകൾക്ക് നിശബ്ദമായി സാക്ഷ്യം വഹിക്കാനും അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ, നാശങ്ങൾ, അപമാനങ്ങൾ എന്നിവ അവസാനിപ്പിക്കണമെന്ന് പറയാനുമാണ് കാൽനട യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു.